കുര്യാക്കോസ്, കൺസൾട്ടൻറ്റ് ENT ആൻഡ് ഹെഡ് നെക്ക് സർജൻ, ലൂർദ് ഹോസ്പിറ്റൽ തളിപ്പറമ്പാണ്. ഞാനിന്നിവിടെ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വരുന്ന വിവിധമായ ക്യാൻസറുകളെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും ആണ്. തൈറോയ്ഡ് നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥിയാണ്. അതിൽ പല കാരണങ്ങളാൽ, ജനിതകമായ കാരണങ്ങളാലും നമ്മുടെ ഇപ്പോഴത്തെ പല പല റേഡിയേഷൻ എക്സ്പോഷറുകളാലും ഭക്ഷണ രീതികളാലും ഒക്കെ പലതരം ക്യാൻസറുകൾ ഇപ്പോൾ വളരെയേറെ കൂടി വരുന്നൊരു സാഹചര്യമാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കഴുത്തിൽ നമ്മുടെ തൈറോയ്ഡുള്ള ഭാഗത്ത് വരുന്ന മുഴ, ശബ്ദത്തിൽ വരുന്ന മാറ്റം, ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, ശ്വാസം എടുക്കുമ്പോഴുള്ള തടസ്സം, ഇതൊക്കെ നീണ്ടു നിൽക്കുമ്പോൾ നമ്മൾ തൈറോയ്ഡിനുള്ള പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് എല്ലാം ചെയ്ത് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇതിന് വരുന്ന പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുന്നത് അൾട്രാസോണോഗ്രഫി സ്കാനിങ് വഴി നമുക്ക് തൈറോയ്ഡിൻ്റെ മുഴയുടെ വലിപ്പവും അത് എത്രത്തോളം ഉണ്ടെന്നും അത് പ്രശ്നകരമായിട്ടുള്ളതാണോ എന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. അത് പ്രശ്നകരമാണെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ ഉപദേശത്താൽ നിങ്ങളൊരു കുത്തിപ്പരിശോധന, അതായത് FNAC ടെസ്റ്റ് വഴി അത് ഏത് തരം ക്യാൻസർ ആണോ അതോ നോർമലായിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെയുള്ളതാണ് തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ്. അതുവഴി നമ്മുടെ രക്തത്തിലുള്ള തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് മനസ്സിലാക്കുകയും ഓരോ ക്യാൻസറുകൾക്കനുസരിച്ച് അതിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കും. പിന്നെയുള്ളത് റേഡിയോ അയഡിൻ തെറാപ്പി വഴിയും സർജറി വഴിയും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ബാക്കി ട്രീറ്റ്മെൻറ്റ്സ് ഏത് ക്യാൻസറാണോ അതിനനുസരിച്ചാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട ക്യാൻസർ എന്ന് പറയുന്നത് പലതരമുണ്ട്. അത് ഹിസ്റ്റോപാത്തോളജി വഴിയും FNAC വഴിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനപ്പെട്ടത് പാപ്പിലറി കാർസിനോമ, വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു ക്യാൻസറാണ്. പിന്നെ ഉള്ളത് ഫോളിക്കുലാർ കാർസിനോമ, മെഡുലറി തൈറോയ്ഡ് കാർസിനോമ, പിന്നെ കുറച്ച് അഗ്രസീവായിട്ടുള്ള അനാപ്ലാസ്റ്റിക് കാർസിനോമ. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ റെഗുലറായിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെയും വ്യായാമങ്ങളിലൂടെയും റേഡിയേഷൻ എക്സ്പോഷർ കുറച്ചുകൊണ്ടും നല്ലൊരു ജീവിതശൈലിയുടെ കൂടെ നമുക്ക് പലതരം തൈറോയ്ഡ് ക്യാൻസറുകളിൽ നിന്നും നമുക്ക് മുക്തി നേടാനുള്ള വഴികളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു ജീവിതം ആശംസിക്കുന്നു. നന്ദി.